നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് ബഹുമാനം കാണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്തിരി ബഹുമാനമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. റഫറി നെയ്മർക്ക് അനുകൂലമായിട്ട് വിസിലൂതുകയായിരുന്നു, അല്ലാതെ കളി നിയന്ത്രിക്കുകയായിരുന്നില്ല. ആരോപണവുമായിട്ട് വരുന്നത് തിയാഗോ മെൻഡസ് ആണ്. ആര്? അതെ, നെയ്മർ ജൂനിയർ. മറ്റേ പറഞ്ഞല്ലോ, അവൻ വിഡ്ഢിയാണ്, എന്നെ ചുരയിലാണ് അവൻ്റെ പണി. മുമ്പ് PSG വെച്ച് എന്നെ അവൻ ഫൗൾ ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞല്ലോ നെയ്മർ. അതേ തിയാഗോ മെൻഡസ് കളിക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വേർഷൻ പറയുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് വേർഷൻ നമ്മൾ കേൾക്കണമല്ലോ. സോ അയാളുടെ വേർഷൻ കളിക്ക് ശേഷം അയാളോട് എന്താണ് നെയ്മറുമായിട്ടുണ്ടായ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തിയാഗോ മെൻഡസ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സാധാരണ കാര്യമാണ്, ഫുട്ബോൾ ഇതൊക്കെ ഉണ്ടാവും, ഇറ്റ്സ് നോർമൽ. എല്ലാവരും അവരവരുടെ ടീമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയല്ലേ കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ കുറച്ചൊരു റെസ്പെക്റ്റാണ് ചോദിച്ചത്. ഇത്തിരി റെസ്പെക്റ്റ് കാണിക്കുന്നേ. കാരണം ഞങ്ങളുടെ ഫാൻസിനോട് ഷട്ടപ്പ് എന്നാണ് പറഞ്ഞത് ഗോൾ അടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബഹുമാനം കാണിക്കണമെന്ന്. അല്ലാതെ ഞാൻ പരിധി വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അയാൾ എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നത്തെ ദിവസം ഞാൻ കണ്ടത് ഈ കളി തന്നെ നെയ്മർക്ക് വേണ്ടി നടത്തിയ പോലെയാണ്. റഫറി നെയ്മർക്ക് വേണ്ടി മാത്രം വിസിലടിച്ച പോലെയാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും റഫറി ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ടും ഇത് നെയ്മർക്ക് വേണ്ടി നടത്തിയ കളിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ് വാസ്കോ ഡി ഗാമയുടെ ഡിഫൻസീവ് ഡിഫൻഡർ ഒക്കെയായി കളിക്കുന്ന തിയാഗോ മെൻഡസ് പറയുന്നത്. ഏതായാലും വാസ്കോ ഇപ്പോൾ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ആ മികവിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവരുടെ ക്യാപ്റ്റനായിരുന്ന ഫിലിപ്പെ കുട്ടീഞ്ഞോ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് പുറത്ത് പോകുന്നതും കണ്ടു. കഴിഞ്ഞ സീസണിൽ 6-0 നെയ്മർ ജൂനിയറുടെ ടീമിനെ ഇതേ വാസ്കോ ഡി ഗാമ തോൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ നെയ്മർ ഇരട്ട ഗോളുകൾ കൊണ്ട് അതിനൊരു പക വീട്ടിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.